88 വർഷം നീണ്ട ജീവിതം ഓർമ്മയാകുമ്പോൾ 6 പതിറ്റാണ്ടുകാലം ഇന്ത്യൻ സിനിമാ സംഗീതത്തെ ധന്യമാക്കിയ ഒരു സുവർണ്ണ യുഗത്തിനാണ് തിരശ്ശീല വീഴുന്നത്. 1938 ഏപ്രിൽ 23 ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ് എസ് ജാനകി ജനിച്ചത്. ജീവിതം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിനാൽ അമ്മാവിന്റെ തണലിലാണ് അവർ വളർന്നത്. സംഗീതവാസനയുണ്ടായിരുന്നുവെങ്കിലും ശാസ്ത്രീയ സംഗീതമൊന്നും ആഴത്തിൽ പഠിക്കാനുള്ള അവസരവും കിട്ടിയില്ല. പക്ഷേ 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്തത് അവർക്കൊരു പിടിവള്ളിയായി. 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ ആദ്യമായി മൈക്രോഫോണിന് മുന്നിലെത്തി. വിധി പക്ഷേ അവിടെയും പരീക്ഷണം വെച്ചു. ആ ചിത്രം വെളിച്ചം കണ്ടില്ല. ആദ്യ ശ്രമം തന്നെ ലോകം കാണാതെ പോയത് ഒരു യാദൃശ്ചികതയാകാം. പക്ഷേ എസ് ജാനകിയുടെ ജീവിതത്തിൽ അതൊരു തുടക്കത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ചൊരു മഹാവിസ്മയത്തിന്റെ തുടക്കമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. അതേ വർഷം MLA എന്ന തെലുങ്കു ചിത്രത്തിലൂടെ ജാനകിയുടെ ശബ്ദം ആദ്യമായി ജനങ്ങളിലേക്ക് ഒഴുകിയെത്തി. തൊട്ടു പിന്നാലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലൂടെ മലയാളക്കരയിലേക്കും ആ നാദ സൗഭാഗ്യം പടർന്നു പിടിച്ചു. 1962 കൊഞ്ചും ചിലങ്കി എന്ന ചിത്രത്തിലെ ശിങ്കാരവേലനെ ദേവ എന്നൊരൊറ്റ ഗാനം തെന്നിന്ത്യൻ സംഗീത ലോകത്തിന്റെ അടിത്തറയിളക്കി. പ്രതിഭയുടെ ആ മാന്ത്രിക സ്പർശത്തിന് മുന്നിൽ പിന്നീട് ഭാഷയുടെ അതിരുകൾ ഒന്നൊന്നായി വഴിമാറുകയായിരുന്നു. 17-ലധികം ഭാഷകളിലായി 10,000-കണക്കിന് ഗാനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ ജാനകിയമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. വലിയ യോഗ്യതകളല്ല, മറിച്ച് അചഞ്ചലമായ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് ഒരാളെ കലാതീതനാക്കുന്ന പ്രതിഭയാക്കുന്നത്. അഹങ്കാരമില്ലാത്ത മികവിന്റെയും നിഷ്കളങ്കമായ ആത്മസമർപ്പണത്തിന്റെയും പ്രകടമായ ഉദാഹരണമായി എസ് ജാനകിയുടെ ജീവിതം അതാണ് അടിവരയിടുന്നത്. നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ കൂട്ടായി